വണ്ടി ഉടൻ തന്നെ ഒരാൾ കൂടെ കയറിയാ പോവും. സാറേ ഈ ബസ് ഉടനെ എങ്ങനെ പോവും? ഇവിടെ ഒരാൾ കൂടെ കയറിയാ പോവെന്ന് പറഞ്ഞില്ലേ? ഇത് കുറെ നേരമായാലും പറഞ്ഞു. ഞങ്ങൾ ഇത്രയും പേര് കയറില്ല, എന്തിനു പോയിക്കൂടെ? ഇവിടെ ഒരാളെന്ന് പറഞ്ഞാൽ ഡ്രൈവറിലാക്കി ഞാൻ വണ്ടി ഓടിക്കണോ? ഞാൻ എവിടെ പോകുന്നത്? ഒരു കൊല്ലം ഇവിടെ ഒരു കൊല്ലം ഇവിടെ 6 മാസം. അതല്ല, കുട്ടി എങ്ങോട്ടാ പോകുന്നേ? കൊല്ലത്തേക്കാണല്ലേ? തനിച്ചേയുള്ളൂ? സ്റ്റാൻഡ് വേണ്ടി പോകണം. വെള്ളം കുടിച്ചിട്ട് വണ്ടി കയറി വണ്ടി കയറുന്നു. സാറെ സൂക്ഷിച്ചത് പോകരടിക്കാരെ വെള്ളം കുടിച്ചിട്ട് വണ്ടി കയറുന്നു. എവിടെ വേണം ഇത്? അതിനുവേണ്ടി പുറത്തേക്ക് പോടാ. ശരിയായി തരാ. പിന്നെ എങ്ങനെ ഡ്രിങ്കണം എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാകുന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നെ കൂടുതൽ ഡ്രിങ്കിക്കല്ലേ, ഞാൻ കൂടെ ഡ്രിങ്ക് ഇട്ടുള്ള ആളാണ്. ഒരു ഡ്രിങ്കോ മകരിക്കും പിന്നെ ഡ്രിങ്കോ. ഇവിടെ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അത് ആരോഗ്യമുള്ളവർക്ക് ചിലപ്പോൾ വിഷയമില്ലേ, അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, ഇവിടെ മദ്യം വിഷമാണ്. അതിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. ഏതായാലും ഇവിടെ മദ്യത്തിൽ മീതൽ ആൽക്കഹോൾ ഉണ്ട്. നമ്മുടെ പയ്യന കൊച്ചു പയ്യന് അവരെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ മുന്നേ നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ കീഴിലുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. ഒന്ന് പോകും എന്ത് ചെയ്യാനാ വന്നേ പയ്യൻ. ഭയങ്കര സെറ്റപ്പാ. വലിയ മാന്യനാണെന്ന് വിചാരം. ഇംഗ്ലീഷ് പത്രം ഇപ്പൊ മനസ്സിലാത്തൊരു പത്രത്തിലുള്ളതാണ്. ഇഷ്ടമുള്ള പിന്നെ പിന്നെ വെള്ളം കേട്ടോ സാറേ. എന്താ സാറേ വേണ്ടി തിരുവനന്തപുരത്തിന് പോകും? ഇത് തിരുവനന്തപുരത്തോട്ട് പോലെ ഇത് കൊല്ലം വരെ പോകും. കണ്ടില്ലേ? കൊല്ലം സൂപ്പർ ഫാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഈ വണ്ടി തിരുവനന്തപുരത്തിലായിരുന്നു. എനിക്ക് തിരുവനന്തപുരത്തിന് പോകാനല്ലേ? ഹലോ സഹോദര, ഈ വണ്ടി തിരുവനന്തപുരത്തോട്ട് പോകില്ല, കൊല്ലം വരെ പോകൂ. അതാണ്. പക്ഷെ തിരുവനന്തപുരത്തിലായിരുന്നെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തിന് പോകായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തോട്ട് പോകില്ല, കൊല്ലം വരെ പോകൂ. സാറേ ഈ ബസ് നേരെ കൊല്ലത്തിലല്ലേ പോകും? അതെ. പിന്നെ ഇടയ്ക്കുള്ള വളമാക്കാൻ നിന്റെ അപ്പം വന്നു തുടങ്ങി. നിന്റെ വിളിച്ചുകാരനാണ്. ഇത്രയും തടിയും തഞ്ചറും ഉണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനാ. തലയ്ക്കകത്തൊരു കിഡ്നി പോലും ഒരു പാട്ട വണ്ടിയുണ്ട്. ആവശ്യമില്ലാത്ത കുറെ നിയമങ്ങളും. കയ്യന്തരം പുറത്തിടരുതേ. അത് ശരിയാ, കയ്യന്തരം പുറത്തിട്ട് കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ള കണ്ടാൽ പിടിച്ചോണ്ട് പോകും. സൗജന്യ യാത്ര പാടില്ല. നമുക്ക് 6 ഹോസ് വേണ്ടി ജീവിച്ചോളാം. സ്ത്രീകളുടെ സീറ്റ് ഇരിക്കാൻ പാടില്ല. ശരി, എന്താണ് കേട്ടോ നമ്പറിലൊക്കെ പുകവലി പാടില്ല. സാറിന് വന്ന് എന്താണോ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോട്ട് വലിയ കുഴപ്പമില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എനിക്കെന്താ കുഴപ്പം? ഇവിടെ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിയമങ്ങളെന്ന് അറിയാൻ പറ്റില്ല. എടോ, ഈ ബസ്സിൽ കാണുന്ന നിയമമൊക്കെ അനുസരിച്ച് യാത്ര ചെയ്താൽ മതി. ഉമ്മ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എവിടുന്ന് വരുന്നത്? ബസ്സിരിക്കുന്ന മാന്യതൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ വിൽക്കുന്നത് ചെറിയൊരു പുസ്തകമാണ്. എന്തുകൊണ്ട് തുച്ഛമായ വിലയുള്ളൂ. ആർക്കും വാങ്ങാം, എപ്പോഴും വാങ്ങി, എവിടെ വെച്ച് വേണം വാങ്ങും. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അടയ്ക്കുന്ന ചെറിയൊരു പുസ്തകമാണ്. പട്ടിയുടെ വാലാട്ടുന്നത് എന്തൊക്കെയുണ്ട്? പട്ടിയുടെ വാലുകൊണ്ട് പിന്നെ മൂക്കുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ജീവിച്ചു നോക്കട്ടെ, ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് അമേരിക്ക കണ്ടുപിടിച്ചത് അവരാണ്. അമേരിക്ക കാണാതെ അമേരിക്ക എടുത്തോണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇല്ല, നിന്റെ ശല്യം കൊണ്ട് ഇറങ്ങിപ്പോയാണ്. കച്ചവടക്കാർ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരുപാട് നേരം
വിചാരിച്ച് ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിനു മാത്രം മണി കൊടുക്കണം. ചേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ. ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ? ചേട്ടൻ തന്നെ കുട്ടിക്ക് പാല് കൊടുത്തോ? ഓക്കെ ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരുന്നു. ഓക്കെ ഓക്കെ. സെറ്റപ്പ് മാറിപ്പോയി. നമ്മളത്തെ ചെയ്ത് സെറ്റപ്പില്ല. ഇപ്പൊ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ചേട്ടനാ. എന്റെ പൊന്നു മക്കളെ, കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോളെ. നമ്മൾ ചെയ്യാത്ത പല പരിപാടിയും നമ്മൾ ചെയ്യുന്നു. നല്ല കമ്മലൊക്കെ അടിപൊളിയാ. അടിപൊളിയാ. വലിയ വലിയ നല്ല കളർഫുൾ ചുരിദാറൊക്കെയാണ്. താനിവിടെ എന്നിട്ട് എന്തായി കാണിക്കുന്നത്? ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് കയറി നിൽക്ക്. എനിക്ക് കൂടുതൽ മാറാൻ പറ്റും. താനെന്താ മാറത്തെ? ഞാൻ ഇവിടുത്തെ ഗോളിയാ. ഗോളിയോ? പോയി പോകണ്ടേ ഇവന്റെ കല്യാണം വിളി ഇതുവരുത്. എന്നാ കല്യാണം? ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ, ഞാനൊരു വലിയ കുടുംബത്തിന്റെ അത്താണിയാണ്. ഒരു പണിയും എടുക്കാൻ സാധിക്കില്ല. എന്റെ ശരീരം ആകെ പിടിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബസ്സുകളിൽ നല്ല നല്ല പാട്ടുകൾ പാടി ജീവിക്കും. നല്ല നല്ല പാട്ടുകളൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള സംഭവം നൽകി എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കും. ജ്യൂസ് ബടി ഹേ മസ്ത് മസ്ത്, ജ്യൂസ് ബടി ഹേ മസ്ത് മസ്ത്. ഞാൻ 7 വണ്ടി കയറിയാലേ ആ വണ്ടിയിലുണ്ടാവല്ലേ. ചുരുക്കം പറഞ്ഞ തരനെ ജീവിക്കാൻ സമ്മതിക്കില്ല. സ്ത്രീകളെ ശല്യം ചെയ്യാനെ കൊണ്ട് കേറിക്ക്. എന്റെ പൊന്നമ്മേനെ താനാദ്യം സ്ത്രീയുടെ തോർത്തു താഴോട്ട് ഫ്രണ്ടിലോട്ട് മുപ്പത് ഞാൻ സ്ത്രീകളുടെ തോളത്ത് കയറിയൊക്കെ ഇരിക്കും. കണ്ടക്ടറാണെന്ന് പറഞ്ഞ എല്ലാ കയറിയ കണ്ടക്ട് ചെയ്യില്ലേ? ടിക്കറ്റ് എടുത്തോ? എന്ത് സാധാരണ എല്ലാവർക്കും ഫ്രണ്ടിലാ വീശ. ഇതാരപ്പോ പുറകെ വീശ. താൻ ടിക്കറ്റ് എടുത്തോ? താൻ ടിക്കറ്റ് എടുത്തോ? ഫ്രണ്ടിലെടുത്തു. ഫ്രണ്ടിൽ ആരും എടുത്തിട്ടില്ല. എന്നാ ബാക്കില് ഇവിടെ ബാക്കിൽ ആരും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ശരി. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലൊന്നും ആരും എടുത്തില്ല. ഇല്ല. പിന്നെ സെന്ററിൽ ഞാൻ തന്നെ എടുക്കുന്നത് നേരായിട്ട് ഞാൻ അനാവശ്യം പറഞ്ഞ അടിച്ചതിന്റെ 32 പല്ലി ഞാൻ താഴെ ഇടും. അങ്ങനെയുള്ള ഒറ്റടിക്കും 64 പല്ലി ഞാൻ താഴെ. ഞാൻ കുറെ നേരമല്ലേ ഇവിടെ നല്ലമുണ്ടാക്കുന്നത്. എനിക്കൊരു മനുഷ്യൻ എത്ര പല്ലുണ്ടെന്ന് അറിയാമല്ലേ? എനിക്കറിയാടാ. എന്തറിയാ? നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ നീ ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നു. നിന്റെ പല്ലോട് കൂട്ടി ഞാൻ പറഞ്ഞു കേട്ടാ. അത് വൃദ്ധന്മാരുടെ സീറ്റാ. എടോ, വൃദ്ധന്മാർക്ക് ഇരിക്കേണ്ട സീറ്റാണ്. കണ്ട കംപ്ലീറ്റ് സീസൺ തീരുന്ന ടീമിലും സീറ്റ് ഉണ്ട്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സ്വല്പം മദ്യപിച്ച് പറഞ്ഞാൽ അവന് മാത്രം സീറ്റ്